ബ്രാല് കറിയാണ് കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് പറയുന്നത് എനിക്കറിയില്ല. മുളക് വറ്റിച്ചതാണേ. അതുപോലെ തന്നെ കുറച്ച് ഞങ്ങൾ വറുക്കുകയും ചെയ്തു കേട്ടോ. പിന്നെ നന്നാക്കി എടുക്കാൻ വേണ്ടി പ്രത്യേകിച്ച് കൊടിലൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ വീഡിയോയിലുണ്ട് കേട്ടോ, നിങ്ങൾ കാണണേ. ഞങ്ങളുടെ കുളത്തിലുള്ള ബ്രാലായിരുന്നു. 3 എണ്ണത്തിനെ കിട്ടി. അവർ എക്സ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അതിൽ 3 എണ്ണം ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 എണ്ണം നല്ല ആക്റ്റീവായിരുന്നു. അതിൽ ഒരെണ്ണത്തിൻ്റെ തലക്കടിച്ച് അപ്പം തന്നെ കൊന്നു. എനിക്കിതിനെ കൊല്ലാൻ വലിയ പിടുത്തമൊന്നുമില്ല കേട്ടോ. ഞാനൊരു കല്ലെടുത്ത് തലക്കിട്ട് ഒറ്റയടി വെച്ച് കൊടുത്തു. അത് ചത്തൊന്നുമില്ല, പക്ഷേ വാലെപ്പോഴും ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കണ്ടായിരുന്നേ. പിന്നെ ഒരെണ്ണം ജീവനുള്ളതായിരുന്നു, അവനെ നമ്മൾ സൂക്ഷിക്കാമെന്ന് വിചാരിച്ചു. ഇവനെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫിഷ് കട്ടറും കട്ടിങ് പ്ലെയറും അതുപോലെ തന്നെ കത്തിയാട്ടോ എടുത്തിരിക്കുന്നത്. എത്ര അടി കിട്ടിയിട്ടും അത് ചത്തിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ അതിനെ കൊന്നു കേട്ടോ. 2 സൈഡിൽ നിന്ന് നമ്മൾ ആദ്യം തൊലി കട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തലയും മുറിച്ച് കളയണം. ഒരു സൈഡിൽ നിന്ന് വലിച്ച് തൊലി കളയാം കേട്ടോ. തല വെച്ചുകൊണ്ട് പകുതി കട്ട് ചെയ്തിട്ട് ഫുള്ള് കട്ട് ചെയ്യാത്ത ഒരു സൈഡിൽ നിന്ന് ചെയ്യാം. ഞാനിവിടെ കട്ടിങ് പ്ലെയറാണ് ഉപയോഗിക്കുന്നത്. വഴുക്കലായതുകൊണ്ട് ചാരം ഉപയോഗിക്കാം കേട്ടോ നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് മീനെ പിടിക്കാൻ പറ്റില്ല കേട്ടോ. ഇതാ ഞാൻ പറഞ്ഞ കട്ടിങ് പ്ലെയറിൻ്റെ ഉപകാരം. ഒറ്റ വലിക്ക് തൊലി ഇങ്ങോട്ട് പോരും. ഈ മീനിനകത്ത് വിഷം അടിക്കുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പരിപാടികളും ഇല്ലാത്ത ഹെൽത്തി ആയിട്ടുള്ള ഫിഷാണ്. അതുപോലെ തന്നെ അധികം മുള്ളുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്യാം. 2 മീൻ നന്നാക്കിയപ്പോൾ ഇത്രയും കിട്ടി കേട്ടോ എനിക്ക്. വറക്കാനും ഉണ്ട്, കറി വയ്ക്കാനും ഉണ്ട്. അങ്ങനെ കുറച്ച് മീൻ കറി വയ്ക്കാനും പറ്റി. അതുപോലെ തന്നെ കുറച്ച് മീനെടുത്ത് ഞാൻ വറക്കുകയും ചെയ്തു കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും. താങ്ക്